ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉണ്ണിൻ്റെ നൂല് കെട്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആങ്ങളുടെ കുട്ടിൻ്റെ നൂല് കെട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോണ തിരക്കൊക്കെയാണ് കേട്ടോ രാവിലെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ രാവിലെ എണീറ്റ് വന്നു. ഇന്നിപ്പോൾ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തി പൊടി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ദോശമാവൊക്കെ പുളിച്ച് പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുത്ത് വെച്ചു. അപ്പോൾ ഓരോരുത്തരായിട്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇന്ന് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടന് ഇന്ന് വരാൻ പറ്റില്ല ഏട്ടാ നൂലുകെട്ടിന്. അപ്പോൾ ഞാനും ചിട്ടിക്കുട്ടിയും മാത്രമാണ് പോണത്. ചാരുമോൾക്ക് എക്സാം ഉണ്ട് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് അവളും വരുന്നില്ല. അപ്പോൾ ഞാനും ചിട്ടിക്കുട്ടിയും മാത്രമാണ് കേട്ടോ ചടങ്ങിന് പോണത്. അപ്പോൾ ഏട്ടൻ എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട് ഇനി എല്ലാവരും ചോദിക്കും. നൂലുകെട്ടായിട്ട് എന്താണ് വരാത്തതെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. പക്ഷേ ഏട്ടൻ്റെ ഫീൽഡ് അങ്ങനെയുള്ളതായതുകൊണ്ട് തന്നെ ആൾക്ക് ഇന്ന് ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആരെങ്കിലും പകരത്തിന് കിട്ടുകയാണെങ്കിൽ നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലീവൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഏട്ടനെ പകരം നിൽക്കാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനെ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മൂപ്പര് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാരുമ്പോളും പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഞാനും അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. രാവിലത്തെ പണികളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകണില്ല. അപ്പോൾ നാത്തൂൻ്റെ വീട് ഇവിടെ നിന്ന് കുറച്ച് അടുത്തൊക്കെയാണ്. അടുത്തെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അവിടെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരണം. അപ്പോൾ പിന്നെ ഞാനിന്ന് അങ്ങോട്ട് പോകണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയിട്ടാണെങ്കിൽ പിന്നെ തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പോയാൽ എല്ലാവരെയും കണ്ടാൽ തിരിച്ച് വരാനും ഒരു മടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പോകണില്ലാന്ന് വിചാരിച്ചു. ഒന്നാമത് പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയാൽ പിന്നെ അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏട്ടൻ പൊക്കോളാനായിട്ട് പറഞ്ഞായിരുന്നു. പക്ഷേ പോയാൽ ശരിയാവില്ല. പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം എന്നെ അങ്ങനെ പോവും. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ ദോശയൊക്കെ കഴിക്കാനുണ്ടാക്കി ചാരുമോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നോ, കുഴപ്പമില്ല, എക്സാമൊക്കെ തീർന്നോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം വരെ ഒരു 5 എണ്ണം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു എക്സാമും കൂടിയുണ്ട് ഈ ഞായറാഴ്ച. നാളെ ഒരു എക്സാമും കൂടിയുണ്ട്. അപ്പം ഞാനിത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. ബുധനാഴ്ചത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ശനിയാഴ്ചയാണ് അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എക്സാം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ചില എക്സാം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എക്സാം ഇനി നാളെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. 14-ാം തീയതി ഒന്നും കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ +1ൻ്റെ ക്ലാസ്സും കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു. ഇനി അടുത്തത് +2ലേക്ക് പോവുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരോടും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഒരാൾക്ക് ചോറല്ല, രാവിലെ ദോശ കഴിക്കാൻ കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഏട്ടൻ അവിടെ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ കുളിയും വിളക്ക് വെപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പര് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടനും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്, ചാരുവിനെയും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്കൂളിലേക്കും ഒരാൾ വർക്കിനും പോവും. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ വന്നപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അരയും മുറിയും അങ്ങോട്ട് ഓടിച്ച് വിട്ടിട്ടേ ഉള്ളൂ. കാരണം ഇപ്പം അങ്ങനെ വീഡിയോ ഒന്നും അധികം കാര്യമായിട്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി വെയിലുള്ള ദിവസമായിരുന്നു രാവിലെ. അപ്പോൾ അങ്ങനെ വെയിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഉമ്മറത്ത് വന്നാൽ പിന്നെ എൻ്റെ നിഴലോ അല്ലെങ്കിൽ ആരുടെ നിഴൽ കണ്ടാലും അവിടെ ഒരാൾ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. നമ്മുടെ റോസിക്കുട്ടി ഇങ്ങനെ ഭയങ്കര കുണിച്ചലാണ്. നമ്മൾ റോസി എന്ന് പേര് വിളിച്ചാൽ പിന്നെ അവൾക്ക് ആട്ടം തുടങ്ങും. അത്രയ്ക്കും ഭയങ്കര ഇതാണ്.
കണ്ടില്ലേ നമ്മൾ ചോദിക്കാണ്ട് തന്നെ ഇങ്ങനെ കയ്യും കാലൊക്കെ തരും. അപ്പോൾ പിന്നെ നമ്മളത് നീട്ടുമ്പോൾ നമ്മൾ കൊടുക്കാതിരുന്ന വെച്ചാൽ അവൾക്കും ഒരു സങ്കടമാവില്ലേ. അപ്പോൾ കുറേ പേര് നമ്മുടെ റോസിനെ പറ്റി ചോദിക്കുന്നുണ്ട്, റോസി എവിടെ, റോസിനെ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ ഓർമ്മയുള്ള ദിവസങ്ങളിലൊക്കെ അവളിനെ ഇങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ. അവൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്കും വീഡിയോ എടുക്കാനായിട്ട് തോന്നുന്നത്. പിന്നെ വെറുതെ മിണ്ടാതെ കിടക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ റോസിയൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പോയി. പിന്നെ ഞാനിതാ ദോശ ഉണ്ടാക്കി, പൊടിയും ചമ്മന്തിയും ഒക്കെ കൂട്ടി അങ്ങനെ ദോശയൊക്കെ കഴിച്ചു. പിന്നെ ഞാനും ചിട്ടിക്കുട്ടിയും കൂടെ റെഡിയായി. പിന്നെ ഞങ്ങളിതാ നൂലുകെട്ടിന്, അതായത് 28 കെട്ടല്ല കേട്ടോ, 56 ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കുഞ്ഞുകുട്ടി ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ ഉണ്ണി. എന്താ പറയുക, വെയിറ്റ് 2400 ഉണ്ടായിരുന്നുള്ളൂ ജനിക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ആൾ ചെള്ളി കുട്ടിയായതുകൊണ്ട് ഞങ്ങൾ ഒരു 56 ആവട്ടെ എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം വൈകിപ്പോയി. അപ്പോൾ എന്തായാലും ഇതാ ഞാനും ചിട്ടിക്കുട്ടിയും കൂടെ എന്താണ് നമ്മളങ്ങോട്ട് പോവുകയാണ് കേട്ടോ, നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയും ബന്ധുക്കാരും, അതായത് നമ്മുടെ വീട്ടുകാരും എല്ലാവരും, മാമൻ വീട്ടിൽ നിന്നും അമ്മൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും അങ്ങോട്ട് വരും കേട്ടോ, നമ്മുടെ 28 വീട്ടിലേക്ക് വരും. അപ്പം ഞാനിതാ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, പിന്നാലെ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര കോപ്പറേറ്റീവാണ്. അങ്ങനെ നമ്മുടെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും മറന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഉണ്ണിനെ റെഡിയാക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉണ്ണിൻ്റെ ഫോട്ടോ ഒന്നും ഇതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രസവിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറിയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ണിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു വാവ. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, മുത്തുമണി. അപ്പോൾ ചെക്കൻകുട്ടിയാണ്. മൂത്തത് പെൺകുട്ടിയാണ് കേട്ടോ ആങ്ങളയ്ക്ക്, രണ്ടാമത്തത് ആൺകുട്ടി. അങ്ങനെ നമ്മുടെ ചെക്കൻ ഇവിടെ ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ 28 കെട്ടുമ്പോൾ നമ്മളിങ്ങനെ നൂല് കെട്ടുന്ന സമയത്ത് പൗഡറും പൊട്ടും കൺമഷിയും പറഞ്ഞ പോലെയൊക്കെ വെക്കുമല്ലോ. ഇത്രയും ദിവസം ഈ പരിപാടികളൊന്നും ചെയ്യില്ല. നമ്മൾ നൂല് കെട്ടുന്ന സമയത്താണ് മഷിയൊക്കെ എഴുതുന്നത് കേട്ടോ, കൺമഷിയൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കുളി കഴിഞ്ഞാൽ പൗഡർ മാത്രമേ ഇടുകയുള്ളൂ, കൺമഷിയൊന്നും എഴുതാറില്ല. അപ്പോൾ കുഞ്ഞു വാവയായതുകൊണ്ട് തന്നെ എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. മേക്കപ്പ് സമയത്ത് ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഒരു കരച്ചിലോ ഒന്നുമില്ല, സുഖമായി കിടക്കുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ച് ചടങ്ങ് സമയത്തൊക്കെ ഇങ്ങനെ എല്ലാവരെയും നോക്കി, ഒരു കരച്ചിലും ഇല്ല കേട്ടോ കുട്ടി. പക്ഷേ അതേസമയം കുട്ടീൻ്റെ ചേച്ചി ഉണ്ടല്ലോ, അത് കണ്ടില്ലേ അവിടെ ഇരിക്കണ കള്ളിപ്പെണ്ണ്, അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വിളിക്കുമ്പോഴും അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവളാണ് ഇപ്പോഴും കുട്ടി പോലെ തോന്നുന്നത്. കാരണം അവന് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ ഇവൾക്ക് ഭയങ്കര എന്താ പറയുക കരച്ചിലാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കാരും കസിൻസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഹായ് കാണിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും ഹായ് കാണിക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിയൊക്കെയാണ്, മാമൻ്റെ മകൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു 10-11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വേഗം തന്നെ ചടങ്ങൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഉണ്ണിനെ റെഡിയാക്കി. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ണിവാവയ്ക്ക് പേരിട്ടത് കുഞ്ഞുണ്ണി എന്നാണ് കേട്ടോ. ഞാൻ കുഞ്ഞുണ്ണി എന്ന് തന്നെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കുള്ള പേര് വേണമല്ലോ, നമുക്കിങ്ങനെ അരുമ പേര് വെച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ചടങ്ങിനാണ് നമ്മൾ ഇവിടെ പേര് ഇടുന്നത് കേട്ടോ. നമ്മൾ എന്താണ് എല്ലാവരും ഈ ഒരു ചടങ്ങിനാണ് കുട്ടീൻ്റെ ശരിക്കുള്ള പേര് അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് ശരിക്കുള്ള പേര് വെച്ചിരിക്കുന്നത് ഇദയ് ഈശ്വർ എന്നാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഇദയ് ഈശ്വർ. അപ്പോൾ
ഈ ഒരു പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ 1, 2, 3 പേരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് ഇതേ ഈശ്വർ എന്നാണ്. അപ്പോൾ അതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈശ്വർ എന്ന് വെക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ അച്ഛൻ്റെ പേരാണ്. അച്ഛൻ്റെ പേരുമായിട്ട് സാമീപ്യത്തോടെ കൂടെ ഞങ്ങൾ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും ഇതൈ ഈശ്വർ. അപ്പോൾ പേര് കൊള്ളാമോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര് എങ്ങനെയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു പേരാണ്. നല്ല പേരായിരുന്നു. അങ്ങനെ നമ്മളിതാ പേര് വെക്കൽ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേര് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നാവിൽ തേനും വയമ്പും വെച്ച് കൊടുത്തിട്ട് പേര് വിളിക്കും. അതിന് ശേഷം നമ്മൾ സ്വർണത്തിൻ്റെ എന്തെങ്കിലും മോതിരമോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതെടുത്തിട്ട് നമ്മൾ നാവിൽ ഈ എന്താണ് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുട്ടികൾക്ക് കൊടുക്കണ കുറുക്കുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. എല്ലാവരും പേര് വിളിച്ച് തേച്ച് കൊടുക്കും. പിന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞുണ്ണി ഇന്ന് നല്ല പണക്കാരനായിട്ടുണ്ട്. കാശും പൊന്നും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് കുട്ടികളുടെ അല്ലേ നൂലുകെട്ടിനവർക്ക് ആദ്യത്തെ ഒരു പ്രൈസ് കിട്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഇവരുടെ നൂലുകെട്ടിനായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുണ്ണിക്ക് നൂലുകെട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോരുത്തരും വന്നവരൊക്കെ എല്ലാവരും ഉണ്ണിക്ക് ചോറ് തേച്ചു. ജസ്റ്റ് ഒന്നിങ്ങനെ തൊടണേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും കൊടുക്കാറായിട്ടില്ലല്ലോ. 56ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അധികമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞാപ്പി പോകുന്നുണ്ട്. കുഞ്ഞാപ്പിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ ആരെയും കാണുന്നതൊന്നും അത്ര താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അതായത് ആൾക്കാരെയൊക്കെ കണ്ട അവൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആൾക്ക് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു നാണവും പേടിയും പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും വകയായിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ചേച്ചിയാണ് കേട്ടോ അപ്പുറത്തിരുന്ന് ഓരോന്നും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതവിടെ ചിട്ടിക്കുട്ടി ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. ഓരോരുത്തരുടെയും പരിചയപ്പെടുത്താനൊന്നും നിൽക്കില്ല, എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ബന്ധുക്കളും ഉണ്ട്. പിന്നെ അഞ്ജുവിൻ്റെ ഉള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും പരിചയപ്പെടുത്താനായിട്ടൊന്നും പറ്റിയില്ല. കാരണം അത്രയും തിരക്കുള്ള സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും കണ്ടില്ല, ചെക്കൻ നല്ല എന്താ പറയുക നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഒരു ശല്യമില്ല. പേര് വിളിക്കുന്ന സമയത്ത് സുഖമായ ഉറക്കത്തിലാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പറഞ്ഞിട്ട് അങ്ങനെ ആൾ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനത് അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ചോറൂണൊക്കെ കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കും. പിന്നെയും ഇങ്ങനെ മിണ്ടാണ്ട് വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു നൂലുകെട്ട് ചടങ്ങ് ഉണ്ണീൻ്റെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുണ്ണീൻ്റെ പേര് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുട്ടീൻ്റെ ഈ അരഞ്ഞാണവും പാദസരവും ഒന്നും ഇപ്പോൾ ഇടാനായിട്ട് പറ്റില്ല. ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ അവന് ആകെ ആൾ ചെറുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റില്ല. ഒക്കെ അതേപടി ബോക്സിലേക്ക് ആക്കി വെച്ചു. പിന്നെ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് കണ്ടില്ല അമ്മായിമാർ ഓരോരുത്തരും എടുത്ത് എന്താ പറയുക കൊഞ്ചലും പിടിക്കലും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെയുള്ള പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൾ കണ്ണൊക്കെ ഇങ്ങനെ നന്നായിട്ട് തുറന്ന് നോക്കും കേട്ടോ. തുറന്ന് നോക്കും. അപ്പം തന്നെ അതേപടി ഇങ്ങനെ കണ്ണടച്ച് വീണ്ടും ഉറങ്ങും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. എന്താ പറയുക ആൾ എന്താ പറയുക ഭയങ്കര സൈലൻറ്റ് പോലെ ഉണ്ട് എനിക്കിപ്പോൾ തോന്നുമ്പോൾ. ഇനിയിപ്പോൾ എന്താ അറിയില്ല, വളർന്നു വരുമ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെ ഇനി നമ്മുടെ ചെക്കൻ വീട്ടുകാരൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. അതായത് നമ്മളിതാ അമ്മായിമാരും അച്ചമ്മയും എന്താണ് ആങ്ങളെ എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് കുട്ടീനെയൊക്കെ ഓരോരുത്തരും മടിയിൽ വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇനി കാണാൻ സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഫോട്ടോസുകളാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചേച്ചിമാരുണ്ട്, പിന്നെ ആങ്ങളയുണ്ട്, ആങ്ങളുടെ ഭാര്യയുണ്ട്, പിന്നെ കുഞ്ഞാപ്പി മാത്രമാണ് കേട്ടോ അവിടെ ഇല്ലാത്തത്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് തീരെ താല്പര്യമില്ല. ഭയങ്കര ശാഠ്യത്തിലാണ്, കരച്ചിലായിരുന്നു. അപ്പോൾ അവൾ മാത്രം ഉണ്ടായിരുന്നില്ല.
പിന്നെ എല്ലാവരും വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ സദ്യയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സദ്യ മുമ്പിൽ കിട്ടിയപ്പോൾ ആർത്തിയോടെ കഴിക്കുകയാണ് എല്ലാവരും. അപ്പോൾ പായസവും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു. അപ്പം ഞാനിത് എൻ്റെ ഫോണിലല്ല കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത്, ചേച്ചീൻ്റെ ഫോണിൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. കാരണം എനിക്കിങ്ങനെ മറന്നു പോകും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവളിനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ 28 നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഏതായാലും വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നൂലുകെട്ടിൻ്റെ വീഡിയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.